ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വർക്കി. വറോസ് വീഡിയോസ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചരിത്രത്തിൻ്റെ താളുകളിലൂടെ ഒരു യാത്ര പോവുകയാണ്. കർണാടകയിലെ ബല്ലാരി ജില്ലയിൽ തുംഗഭദ്ര നദിക്കരയിൽ ചിതറിക്കിടക്കുന്ന കല്ലുകൾക്ക് ഒരു കഥ പറയാനുണ്ട്. അത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കഥയാണ്. വെറും ഒരു നഗരമായിരുന്നില്ല ഹംപി, മറിച്ച് ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായിരുന്നു ഇത്. പുരാണങ്ങളനുസരിച്ച് ഹംപി എന്നറിയപ്പെടുന്ന ഈ പ്രദേശം പണ്ട് വാനരരാജ്യമായ കിഷ്കിന്ധ ആയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയെ തിരയുന്ന യാത്രയിൽ ഹനുമാനെ കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. ഹംപിയിലെ ഓരോ പാറക്കെട്ടുകൾക്കും ഓരോ ഗുഹകൾക്കും ഇത്തരത്തിൽ പുരാതനമായ കഥകൾ പറയാനുണ്ട്. ചുറ്റും നോക്കിയാൽ കാണുന്ന ഭീമാകാരമായ പാറക്കെട്ടുകൾ പ്രകൃതിയൊരുക്കിയ ഒരു മതിൽക്കെട്ട് പോലെ ഹംപിയെ സംരക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ വിസ്മയങ്ങളിലേക്ക് കടക്കാം. വിരൂപാക്ഷ ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അവിടുത്തെ 160 അടി ഉയരമുള്ള ഗോപുരം ഇന്നും തലയുയർത്തി നിൽക്കുന്നു. അവിടെ നിന്ന് വിറ്റാല ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ലോകപ്രസിദ്ധമായ കല്ല് രഥമാണ്. ഒറ്റക്കല്ലിൽ തീർത്ത ഈ രഥത്തിൻ്റെ ചക്രങ്ങൾ പണ്ട് കറങ്ങുമായിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പൂർവികരുടെ കഴിവ് എത്രത്തോളമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ സംഗീതം പൊഴിക്കുന്ന 56 കൽത്തൂണുകൾ ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു അത്ഭുതമാണ്. 1965 മുസ്ലിം സുൽത്താനേറ്റുകളുടെ ആക്രമണത്തിലാണ് ഈ നഗരം തകർക്കപ്പെട്ടത്. 6 മാസത്തോളം ഈ നഗരം കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ തകർക്കപ്പെട്ട ആ ശില്പങ്ങളിൽ പോലും ഇന്നും ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. ഇന്ന് ഹംപി വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, അത് നമ്മുടെ അഭിമാനമായ ഒരു ലോക പൈതൃക കേന്ദ്രമാണ്. ഹംപി വെറും ഒരു ക്ഷേത്ര നഗരം മാത്രമായിരുന്നില്ല, അക്കാലത്തെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു ഇത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ ഇവിടെ കുതിരകളെയും മുത്തുകളെയും രത്നങ്ങളെയും വിൽക്കാൻ എത്തിയിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇന്ന് നമ്മൾ കാണുന്ന തകർന്നടിഞ്ഞ ചന്തകളും തെരുവുകളും അന്നത്തെ സമ്പന്നതയുടെ ബാക്കി പത്രങ്ങളാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് വിദേശ സഞ്ചാരികളാണ് ഈ മണ്ണിലെ അത്ഭുതം തേടി ഇന്നും ഇവിടെ എത്തുന്നത്. ഹംപി ഒരു ചരിത്ര പുസ്തകമാണ്. ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട നമ്മുടെ പൈതൃകത്തിൻ്റെ അടയാളം. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഹംപിയിലെ ഈ കല്ലുകൾ വിജയനഗരത്തിൻ്റെ പ്രതാപം വിളിച്ചോതിക്കൊണ്ടേയിരിക്കും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ഹംപിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ചരിത്ര വീഡിയോകൾക്കായി വറോസ് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.